വെള്ളാപ്പള്ളി നടേശനെയും ജി സുകുമാരൻ നായരെയും വരുതിയിലാക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് കേരളത്തിലെ BJP. ഇരു നേതാക്കന്മാരെയും വീട്ടിലെത്തി സന്ദർശിക്കാനുള്ള നീക്കം BJP ആരംഭിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളിയെ ആലപ്പുഴയിലെ വീട്ടിലെത്തി BJP നേതാക്കൾ കണ്ടിരിക്കുന്നു. അടുത്തു തന്നെ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താനാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണ് BJPയുടെ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ഇരു നേതാക്കന്മാരെയും അനുനയിപ്പിച്ച് BJPയോടൊപ്പം ചേർക്കാൻ അമിത്ഷാ എത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി BJPയുടെ സംസ്ഥാന നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. അധികം വൈകാതെ പെരുന്നയിലേക്കും അതുപോലെ തന്നെ കണിച്ചുകുളങ്ങരയിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താനുള്ള സാധ്യതകളും ആരും തന്നെ തള്ളിക്കളയുന്നില്ല. 2-3 ദിവസം മുൻപാണ് പിണറായി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത് വന്നത്. അയ്യപ്പ മഹാസംഗമത്തിനെ പിന്തുണയ്ക്കുകയും ശബരിമലയിലെ പിണറായി സർക്കാരിന്റെ ഇടപെടലുകളെ പിന്തുണയ്ക്കുകയുമായിരുന്നു ജി സുകുമാരൻ നായർ ചെയ്തത്. ഇത് കോൺഗ്രസിനെയും BJPയെയും ഞെട്ടിച്ചു കളഞ്ഞ ഒരു നടപടിയാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അന്ന് ഈ വിശ്വാസികൾക്കൊപ്പമുള്ള ഒരു നിലപാടാണ് NSS സ്വീകരിച്ചത്. കാരണം BJPയും അന്ന് ആ നിലപാട് തന്നെയായിരുന്നു. അപ്പോൾ BJPയുടെയും NSSന്റെ നിലപാട് അന്ന് ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റെ നിലപാട് കോൺഗ്രസിന് ഒപ്പമായി മാറി. അതിന്റെ ഫലമോ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിലെ 19 ലോക്സഭാ സീറ്റുകളിലും UDF മിന്നുന്ന വിജയം നേടി. അന്ന് മുതൽ NSSനെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം NSSനെയും SNDPയെയും ഒരുപോലെ അനുനയിപ്പിച്ച് പാർട്ടി വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങളാണ് BJP പയറ്റുന്നത്. അതിനിടയിലാണ് പിണറായിയുടെ സോഫ്റ്റ് കോർണർ പൊളിറ്റിക്സ് ജി സുകുമാരൻ നായർ പയറ്റുന്നത്. അതോടുകൂടി എത്രയും വേഗം ഇനി ഈ ഉദ്യമം വിജയിപ്പിച്ചെടുക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ BJP നേതാക്കന്മാർ. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായ പിന്തുണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി നേരിട്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പര്യടന സദസ്സിലെത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശോഭാ സുരേന്ദ്രൻ നല്ല വ്യക്തിയാണെന്നും വിജയിച്ചാൽ ആലപ്പുഴയിൽ ഗുണമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ പറഞ്ഞു. അതിന്റെ ഫലമോ 3 ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയത്. അതിന് തൊട്ടു മുൻപ് മത്സരിച്ച ആൾ നേടിയതിനേക്കാൾ 1.5 ലക്ഷത്തോളം വോട്ട് അധികം. അപ്പോൾ വെള്ളാപ്പള്ളി എന്നുള്ളത് ഈഴവ സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ഫാക്ടർ ആണ് എന്നുള്ളത് BJP കൃത്യമായി അറിയാം. ആലപ്പുഴ അടക്കം കേരളത്തിലെ നിർണായകമായ പല നിയമസഭാ മണ്ഡലങ്ങളിലും SNDP യോഗത്തിന്റെ പിന്തുണ ഉണ്ടായാൽ വമ്പിച്ച അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് BJP വെള്ളാപ്പള്ളിയെയും അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ സമുദായമായ നായർ സമുദായത്തെയും കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. RSSന്റെ ശക്തമായ പിന്തുണയുണ്ട്. ഈ 2 സമുദായങ്ങളെ മാത്രമല്ല, സമാനമായ ചിന്താഗതിയുള്ള ഹൈന്ദവ ചിന്താഗതിയുള്ള കേരളത്തിലെ മറ്റു സമുദായങ്ങളെ കൂടി തങ്ങളുടെ ഒപ്പം ചേർക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനുള്ള ചരടുവലികൾ BJP അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട്. പിണറായി NSSലേക്ക് ഒരു പാലമിട്ടതിനെ തകർക്കുക എന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരിക്കലും NSS എന്ന സമുദായം CPMനൊപ്പം ചേരരുത്. അതുപോലെ തന്നെ SNDP യോഗത്തെ CPMൽ നിന്നും അടർത്തിയെടുക്കുക. ഇത് രണ്ടുമാണ് BJP ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.